19 വർഷത്തിൽ കൂടുതൽ പ്രണയിച്ചു. അവളുടെ വീട്ടിൽ ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ അവൾ പറഞ്ഞതനുസരിച്ച് അവൻ ഗൾഫിലേക്ക് പോയി. ഒരു നല്ല ജോലിയും തരക്കേടില്ലാത്ത സാലറിയും ഉണ്ടെങ്കിൽ വീട്ടുകാർ പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിക്കുമെന്നായിരുന്നു അവൾ പറഞ്ഞത്. അത് കേട്ട് അവൻ ഗൾഫിലേക്ക് പോയി. അവൾക്ക് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല. അവൾ അവളുടെ കൂട്ടുകാരിയുടെ ഫോണിൽ നിന്നാണ് അവനെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ പോയിട്ടൊരു 4-5 മാസം കഴിയുന്നതിന് മുമ്പേ അവൻ അവൾക്ക് വേണ്ടി ഒരു ഫോൺ കൊടുത്തയച്ചു. പിന്നീടുള്ള കാലം ആ ഫോണിൽ കൂടിയായിരുന്നു അവരുടെ സംഭാഷണങ്ങൾ. വീട്ടുകാരറിയാതെ അവൾ ആ ഫോൺ ഭദ്രമായി സൂക്ഷിച്ചു. പിന്നീടുള്ള ഓരോ നാളുകളും അവർക്ക് സന്തോഷമുള്ളതായിരുന്നു. കോളേജിലേക്കുള്ള യാത്രക്കിടയിലും കോളേജിലെത്തിയതിനു ശേഷമുള്ള ഇടവേളകളിലും അവൾ ആരും കാണാതെ അവന് മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യുമായിരുന്നു. അവൾ അവനേക്കാൾ കൂടുതലായി അവന്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും അവന്റെ അച്ഛന്റെയും അമ്മയുടെയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും അവൾ അവളുടെ കൂട്ടുകാരികളോട് അവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരമാകുമെന്ന് പറയുമ്പോൾ അവൾക്ക് എപ്പോഴും സങ്കടമായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയല്ലേ, ലീവായിരിക്കും, വീട്ടിൽ നിന്ന് എങ്ങനെയാണ് അവനെ വിളിക്കുക, അവന് മെസ്സേജ് അയക്കുക എന്നൊക്കെ ഓർത്തവൾ ഒരുപാട് വിഷമിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ഞായറാഴ്ച രാവിലെ അവൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് കയറി വരുമ്പോൾ കട്ടിലിന് താഴെ വെച്ചിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതായി അവൾ ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ അവൾ മുറിയുടെ കഥ കടച്ചു. ഓടിപ്പോയവൾ കട്ടിലിന് താഴെ ഇരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലെടുത്തു. ആ കവറിനകത്തൊരു ഷൂ ആയിരുന്നു ഉണ്ടായത്. ആ ഷൂവിനകത്താണ് അവൾ ആരും കാണാതെ ആ ഫോൺ സൂക്ഷിച്ചു വെച്ചിരുന്നത്. പതിയെ ആരെങ്കിലും വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി അവൾ ആ ഫോൺ കയ്യിലെടുത്തു. ആ ഫോണിനകത്ത് അവന്റെ മിസ് കോളുകളായിരുന്നു അവൾ കണ്ടത്. അവൾ പോലും അറിയാതെ അവളുടെ മുഖത്ത് ഒരു ചിരി പടർന്നിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ബാത്റൂമിൽ കയറി ടാപ്പ് ഓൺ ചെയ്തു. എന്നിട്ട് അവൾ അടഞ്ഞ ശബ്ദത്തോടുകൂടി വാട്സപ്പിൽ അവനൊരു വോയിസ് അയച്ചു. വീട്ടിൽ അമ്മയുണ്ട്, എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റില്ല, ഞാൻ കുറച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വിളിക്കാം, ഇങ്ങോട്ട് വിളിക്കരുത് എന്ന് പറഞ്ഞു. ആ വോയിസ് മെസ്സേജ് കേട്ടതിന് ശേഷം അവൻ അവൾക്കൊരു ലവിന്റെ സിംബൽ അയച്ചു. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. സത്യത്തിൽ തലേദിവസം രാത്രി അവൾ അവനെ ഫോൺ വിളിച്ചതിന് ശേഷം സംസാരിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ മറന്നതായിരുന്നു. അവൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച ഫോൺ കയ്യിൽ പിടിച്ച് ഒരു ദീർഘശ്വാസം എടുത്തു. ഈശ്വര, എന്റെ സ്ഥാനത്ത് അമ്മയായിരുന്നു ഈ മുറിയിൽ കയറി വന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ?